ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ പുതുമയുള്ള ഒരു ലഹരി വേട്ടയുടെ കാഴ്ച സമ്മാനിക്കുന്നു. നല്ലത് കാട്ടിയാൽ നല്ലതെന്ന് തന്നെ പറയണം. അതുകൊണ്ട് ലഹരിയുടെ വേരെറുക്കാൻ വേണ്ടി കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഡ്രൈവിനെ ഗംഭീരമാണെന്ന് പറയേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ പോലീസ് നടത്തിയ പരിശോധനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന് കണ്ടു. പൊതുവെ പെരുമ്പാവൂർ എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടം കൂടിയാണ്. പ്ലൈവുഡ് ഫാക്ടറികൾ ഉൾപ്പെടെ പലതും പ്രവർത്തിക്കുന്ന ഇടത്തേക്ക് അന്യ സംസ്ഥാന തൊഴിലാളികൾ പലരും വരുന്നുണ്ട്. അവിടെ ലഹരിയുടെ വലിയ വ്യാപനമുണ്ടെന്നുള്ള ആക്ഷേപം ശക്തമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ നടത്തിയ പോലീസിന്റെ ഓപ്പറേഷൻ, അതിലൂടെ പിടിച്ചെടുത്ത ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. ഇത് നോക്കിയേ. ലഹരിക്കെതിരെ ഇത്ര ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. നേരത്തെ പോയ സർക്കാരിന്റെ കാലഘട്ടത്തിലും ലഹരിക്കെതിരെ ശക്തമായ നടപടിയെടുത്തിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഫീൽഡിൽ ഇറക്കി ലഹരി മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന തോന്നൽ ഉളവാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ റിസൾട്ടുകൾ കൂടുതൽ വ്യക്തമാകും. കാര്യം സ്കൂൾ കുട്ടികളിൽ ഉൾപ്പെടെ ലഹരി എത്തിക്കുന്ന വലിയൊരു മാഫിയ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കൽത്തുറങ്കലിൽ അടയ്ക്കേണ്ടത് ഈ സമൂഹത്തിന്റെ കൂടി ആവശ്യം തന്നെയാണ്. അതിന് നേരത്തെ ലഹരിക്കെതിരെ ഈ നാട്ടിൽ കാൽനട പ്രചരണം നടത്തിയ രമേശ് ചെന്നിത്തല ആ വിഷയത്തിൽ നടത്തുന്ന ഇടപെടൽ അത് സമൂഹത്തിൽ പരക്കെ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം ആ രീതിയിലാണ് ലഹരി സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. നിരോധനം കൊണ്ട് നമ്മുടെ നാട്ടിൽ ലഹരിയെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിരോധനമുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് യഥേഷ്ടം വന്നിറങ്ങുകയാണ്. അത് പൊതു ഇടങ്ങളിൽ പോലും പരസ്യമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഡ്രൈവുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതേ രീതിയിൽ കുറച്ച് ദിവസത്തേക്ക് ശക്തമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ മാഫിയ പിൻവലിയാനുള്ള സാധ്യതയുണ്ട്. അത് അതേ രീതിയിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിന്റെ വ്യാപനത്തിന്റെ കണ്ണി തകർക്കാൻ കഴിയും. അതോടുകൂടി നിരവധി കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിലാഴ്ത്തപ്പെടുന്ന ലഹരി എന്ന പ്രശ്നത്തിന് കേവലമായിട്ടെങ്കിലും ചെറിയൊരു ആശ്വാസം കൊടുക്കാൻ ആ ഇടപെടലിന് കഴിയുമെന്ന് ഇപ്പോൾ തന്നെ അതിന്റെ ഓരോ നടപടിക്രമങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്, ഇടപെടലുകൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു പദ്ധതി ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ജീവിതങ്ങൾ നശിപ്പിക്കുന്ന കൊടും വിനാശകരമായിട്ടുള്ള വസ്തുവിനെതിരെയുള്ള ഈ ഒരു നീക്കം അത് ശക്തമായി തന്നെ തുടരേണ്ടതുണ്ട്. അതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ ഒന്നടങ്കവും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള അത്തരം കച്ചവടങ്ങൾ നടത്തുന്ന ഇടങ്ങളെല്ലാം തേടി പിടിച്ചുകൊണ്ടും പൊതുജനങ്ങളിൽ നിന്ന് വിവരമെടുത്തുകൊണ്ടും നടത്തുന്ന നടപടികൾ അഭിനന്ദനാർഹം തന്നെയാണ്. ആ പ്രവൃത്തിക്ക് ഉറപ്പായും സമൂഹത്തിനിടയിൽ നിന്ന് കയ്യടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.